ഈ ലോകം തരുന്ന സമാധാനമല്ല യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ലോകത്തിന്റെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സമാധാനം സാഹചര്യങ്ങൾക്ക് മുകളിലാണ്. ഈ സന്ധികളും കൊടുങ്കാറ്റുകളും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും മനുഷ്യബുദ്ധിക്ക് അളക്കാനോ ചിന്തിക്കാനോ കഴിയാത്ത വിധം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശാന്തതയാണ് യഥാർത്ഥ ദൈവിക സമാധാനം. ദൈവത്തിന് പ്രകാരം പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് വെച്ചേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭയപ്പെടുകയും അരുത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ബൈബിളിലെ അപ്പോസ്തലനായ പൗലോസിന്റെയും ശീലാസിന്റെയും ജീവിതം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. സുവിശേഷ വേല ചെയ്തതിന്റെ പേരിൽ അവരെ ക്രൂരമായി അടിച്ച കഠിനമായ കാവലുള്ള ഉൾക്കാരാഗ്രഹത്തിൽ അടച്ചു. അവരുടെ കാലുകൾ ആമത്തിൽ തളച്ചിരുന്നു. ശരീരമാകെ മുറിവേറ്റ് വേദനയാൽ അസ്വസ്ഥമാകേണ്ട സാഹചര്യം. മനുഷ്യബുദ്ധി വെച്ച് ചിന്തിച്ചാൽ അവിടെ ഭയവും നിരാശയും കരച്ചിലും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ ആ അർദ്ധരാത്രിയിലും ആ കാരാഗ്രഹത്തിന്റെ ഇരുട്ടറയിലിരുന്ന് അവർ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്തുതിക്കുകയായിരുന്നു. ജയിലിന്റെ തറകളെ കുലുക്കിയ ആ വലിയ ദൈവിക സമാധാനം അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാത്തു സൂക്ഷിച്ചു. സാഹചര്യങ്ങൾ തകർന്നടിയുമ്പോഴും ദൈവത്തിൽ സന്തോഷിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഈ അത്ഭുത സമാധാനം കൊണ്ടാണ്. ലോകത്തിന് നൽകാൻ കഴിയാത്തതും ലോകത്തിന് തട്ടിയെടുക്കാൻ കഴിയാത്തതുമായ ഒരേ ഒരു കാര്യം ദൈവത്തിന്റെ സമാധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ അടക്കാൻ ദൈവത്തിന് കഴിയും. അതിനേക്കാൾ ഉപരിയായി കൊടുങ്കാറ്റിന്റെ നടുവിൽ നിങ്ങളെ ശാന്തമാക്കാൻ കർത്താവിന് കഴിയും. എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ ഭാരങ്ങളെയും ആകുലതകളെയും നിങ്ങളുടെ ബുദ്ധി കൊണ്ട് മാത്രം അടക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ചിന്തകൾ അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. അനാവശ്യമായ ചിന്തകൾക്ക് നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കാതെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടും യാചനയോടും കൂടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക. അപ്പോൾ മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലും ലാവണ്യമേറിയ ഒരു സ്വർഗീയ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ആ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും യേശു ക്രിസ്തുവിൽ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കും. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.